പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സംഗമവും സംഘടിപ്പിച്ചു. കായംകുളത്ത് മുസ്ലിം ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പാലസ്തീൻ ഐക്യദാർഢ്യവും സംഗമവും സംഘടിപ്പിച്ചത്. പലസ്തീൻ മണ്ണിലെ പോരാളികളെ നിങ്ങളൊരുക്കും ചോരയിലല്ല. മുസ്ലിം ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പാലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചത്. കായംകുളത്തായിരുന്നു പരിപാടി. മേടമുക്കിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമം മുൻ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പോരാടുന്നത്. ഇസ്രായേൽ രാഷ്ട്രമായിട്ട് ഉടനപ്പോൾ 1948 പ്രമേയപ്രകാരം അവർക്ക് ഒരു അവസരം കൊടുത്തു. ജൂതന്മാർക്ക് രാജ്യമില്ല. ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ജൂതന്മാർ. ഇവിടെ പോരാട്ടം നടക്കുന്ന ജൂതന്മാർക്കെതിരായിട്ടല്ല, അമേരിക്കൻ ഇസ്രായേലി നാസികൾക്കെതിരായിട്ടാണ്. ജൂതന്മാരെന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും സവിശേഷമായ ബുദ്ധിയുള്ള ഒരു വിഭാഗമാണ്. വംശീയമായി അവർക്ക് ബുദ്ധി കുറച്ച് കൂടുതലാണ്. ഷാജി കല്ലറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. അഫ്സൽ ഹാസ്മി ഉസ്താദ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ മനസ്സുകളിലേക്ക് കൂടിയെത്തുന്നത് രണ്ട് രക്തരക്ഷസുകളുടെ ചിത്രങ്ങളാണ്. മുൻപിവിടെ സൂചിപ്പിച്ചതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും മുഖമാണ് നമ്മുടെ മനസ്സുകളിലേക്ക് കൂടിയെത്തുന്നത്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഗുജറാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് കൂടിയെത്തുന്ന ചില രക്തരക്ഷസുകളുമുണ്ട്. കലാപങ്ങളുടെയും രക്തച്ചൊരിച്ചലുകളുടെയും അക്രമങ്ങളുടെയും രക്തം പുരണ്ട കൈകളുമായി ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ചില വ്യക്തികൾ. താഹ ഉസ്താദ്, മഹമ്മൂദ് മുസ്ലിയാർ, താജുദ്ദീൻ ബാഖവി, മുഹമ്മദ് കാസിമി, അബ്ബാസ് അസ്കരി, ഷംനാദ് മന്നാനി, ഷാഫി മൗലവി, അൽ ഹാഫിസ് അബ്ദുള്ള അസ്ലം, വൈ ഇർഷാദ്, എച്ച് ബഷീർകുട്ടി, ബി അബിൻ ഷാ, എ ജെ ഷാജഹാൻ, മുജീബ് റഹ്മാൻ, മൻസൂർ കായംകുളം, സിയാദ് മണ്ണാമുറി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.